ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹവ് യു ആൾ. ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി എഗ് മസാലേൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, ദോശ അതിൻ്റെ ഒപ്പം അടിപൊളി കോമ്പിനേഷനായിട്ടുള്ളൊരു എഗ് മസാലയാണ്. അതിനായിട്ട് മുട്ട പുഴുങ്ങാൻ വെക്കുക. അതിന് 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 മീഡിയം സൈസ് ആയിട്ടുള്ളൊരു വെല്ലുള്ളി, 2 പച്ചമുളക്, ഒരു ഇച്ചിരി വലുപ്പമുള്ളൊരു തക്കാളി അതും കൂടി എടുക്കുക. ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതേപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഞാൻ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. മൺചട്ടിയിൽ നമ്മൾ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കൂടുതലല്ലേ. അപ്പം അതിനായിട്ട് മൺചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പം എണ്ണയും കൂടെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അത് നന്നായി മൂത്ത് വരുന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണ്ടല്ലോ അതൊന്ന് ചതച്ചെടുക്കുകയാണ്. അരച്ചെടുക്കുക, ഒന്ന് ചതച്ചെടുത്തിട്ട് അത് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് സോട്ടായി വരുമ്പം അതിലേക്ക് വെല്ലുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. വെല്ലുള്ളി പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി സോട്ട് ചെയ്തെടുക്കുക. പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി ജസ്റ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളിയൊക്കെ നല്ല ബ്രൗണിഷായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വരുമ്പം അതിലേക്ക് കറി ലീവ്സും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇത്രയും ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. മസാലയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഗ്രേവി എത്ര എമൗണ്ട് വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇത് മസാല ആണല്ലോ, കറിയല്ലല്ലോ. അപ്പം ഓൾമോസ്റ്റ് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മൂടി വെച്ച് നന്നായി പച്ചമണം പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യണം. അതിനായിട്ട് എല്ലാ മുട്ടകളും കൂടെ അതുപോലെ ഇങ്ങനെ വരഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ അതുപോലെ മൂടി വെച്ച് ചോദിച്ചതിന് ശേഷം അറ്റ് ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള എഗ് മസാല റെഡിയായി കിട്ടും. വീട്ടിൽ കുറേ ആളുകളുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി, കുറച്ച് ആളുകളില്ലെങ്കിൽ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, ദോശ, പൊറോട്ട, അങ്ങനെ ഏകദേശം എല്ലാ ഐറ്റത്തിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.